അഭിഷിക്തന്മാരായ ദൈവം തിരഞ്ഞെടുത്ത 12 പേര്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതായ 12 പേരുണ്ട്. നമുക്കറിയാം 12 ഗോത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോഴും ദൈവം ഒരു 12 പേരെ തിരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ യാക്കോബിൽ നിന്നും ഉളവായ 12 ഗോത്രങ്ങൾ ഒരു രാജ്യമായി മാറിയതുപോലെ പുതിയ നിയമത്തിൻ്റെ ആ ശുശ്രൂഷയിലേക്ക് കയറുമ്പോഴും കർത്താവ് തൻ്റെ കൂടെ ചേർന്ന് നടക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് 12 ശിഷ്യന്മാർ. ഹല്ലേലൂയ. അവർ വളരെ ശക്തമായി അഭിഷേകത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയാണ് അവരെ പല സ്ഥലങ്ങളിൽ അയക്കുകയും അവർ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ വേണ്ട നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് അവരുടെ മേൽ വന്നിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട അതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ, അല്ലെ കർത്താവിനെ ഒന്ന് കാണുവാൻ പത്രോസിനും യോഹന്നാനും അതുപോലെ തന്നെ മഗ്ദലന മറിയയ്ക്കുമൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അവർ അതിരാവിലെ എഴുന്നേറ്റ് 3-ാമത്തെ ദിവസം കർത്താവിൻ്റെ കല്ലറയിൽ ചെല്ലുന്നതും ഒക്കെ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാൻ ഓടിയ ആ സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും പുരുഷന്മാരുള്ളപ്പോഴും ആ സഹോദരി അതിരാവിലെ എഴുന്നേറ്റ് ആ കർത്താവിനെ കാണുവാനുള്ള ദാഹത്തോടെ ഓടിയ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ സ്ത്രീക്ക് ആ യേശുവിനെ മശിഹ എന്ന അമ്മയെ തിരിച്ചറിയുവാൻ, കാണുവാൻ ഭാഗ്യം ലഭിച്ചു. പത്രോസിന് പക്ഷേ കാണാൻ സാധിച്ചില്ല. അതിന് പകരം തുണി ഇങ്ങനെ കർത്താവിനെ അടക്കിയ ആ സമയത്തുണ്ടായ ആ വസ്ത്രങ്ങളൊക്കെ ചുരുട്ടി വെച്ചതാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം 40 ദിവസത്തോളം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരും കാണുകയും അവരോട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം വായിക്കാൻ സാധിക്കും. അതിൽ ഒരു ആദ്യത്തെ പ്രാവശ്യം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വരികയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ തോമസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ അവിടെ ഇല്ല. ഹല്ലേലൂയ. അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ ശിഷ്യന്മാർ ഈ പിന്നത്തേതിൽ ഈ തോമസിനോട് പറയുകയാണ്, ഞങ്ങളുടെ മധ്യത്തിൽ യേശു ക്രിസ്തു വന്നു, ഹല്ലേലൂയ, ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുന്നൊരു കാര്യം, ഒരിക്കലും ഞാനത് വിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അത് വിശ്വസിക്കാൻ, അത് കേട്ടതല്ലാതെ അതങ്ങനെ സംഭവിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. മരിച്ചവനായ ലാസറിനെ എഴുന്നേൽപ്പിച്ച ഈ ദൈവത്തിന് താൻ മരിച്ചാലും ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കുമെന്ന ഒരു വലിയ വിശ്വാസം ഇവരുടെ അകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ തോമസിനും ഈ യേശു ക്രിസ്തു വന്നു, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു സ്വപ്നമായിരിക്കാം, അതൊരു മാനസികമായ അവസ്ഥയായിരിക്കാം എന്ന് ചിന്തിച്ച് സംശയാലുവായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോഴാണ് കർത്താവ് വീണ്ടും തോമസ് ശ്ലീഹയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. വീണ്ടും തൻ്റെ അടുക്കൽ വന്ന് തന്നോട് പറയുന്ന കാര്യമാണ്, കണ്ട് വിശ്വസിക്കുന്നവരെക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. തോമസ്, നീ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു, എന്നാൽ ഇനി അങ്ങോട്ട് കാണാതെ ഒരു കൂട്ടം പേർ എന്നെ വിശ്വസിക്കാൻ പോവുകയാണ്. അതിൻ്റെ അകത്തൊരു ദൂതുണ്ട്. തോമസേ, നിന്റെ മേലൊരു വലിയ ദൗത്യം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കാരണം നിന്നെ ഞാൻ ജാതികളുടെ ഇടയിലോട്ട് അയക്കാൻ പോവുകയാണ്. നീ കണ്ടതുപോലെ അവരാരും എന്നെ കാണത്തില്ല, എന്നാൽ അവർ കാണാതെ നീ പറയുന്ന സുവിശേഷം കേട്ട ഒരു ഭാരതം എന്ന് പറയുന്ന ജാതികളുടെ ഒരു രാജ്യത്തിൽ ഞാൻ നിന്നെ അയച്ച് ആ ദേശത്തിലൊരു ഉണർവിന് വേണ്ടി ഞാൻ നിന്നെ എന്നെ തന്നെ വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനും നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരു അവിശ്വാസത്തോടെ എൻ്റെ ദൈവത്തെ മറ്റുള്ളവർ കണ്ടതുപോലെ എനിക്കും കാണണം. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നത് കേട്ടല്ല, എനിക്ക് വ്യക്തിപരമായി ദൈവത്തിൽ നിന്നും ഒരു അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് തോമസ്. ഹല്ലേലൂയ. തോമസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഡൗട്ടിങ് തോമസ്, അവിശ്വാസിയായ തോമസ്, ഹല്ലേലൂയ എന്നാണ് പലരും പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ഹൃദയത്തിനകത്ത് മോശ ആഗ്രഹിച്ചതുപോലെ, മോശ പറഞ്ഞു, എനിക്ക് കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം പോരാ, എനിക്ക് ഈ കൃപയുടെ വടി മാത്രം പോരാ, എനിക്ക് അങ്ങയെ കാണണം.
പ്രൈസലോ. ഇന്ന് പകൽ എത്ര പേർക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കും, എനിക്ക് മറ്റു പലരും പറയുന്ന പ്രസംഗങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും ഇവരുടെ സാക്ഷ്യങ്ങളും പലരുടെയും സാക്ഷ്യം കേട്ട് കൈയടിച്ചുകൊണ്ടിരിക്കാനല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ നേരിട്ടൊന്ന് തൊടണം. പ്രൈസലോ. എനിക്ക് ഈ യേശുവിനെ നേരിട്ടൊന്ന് കാണണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം നേരിട്ടൊന്ന് കേൾക്കണം എന്ന് എത്ര പേർക്ക് ഇതിനകത്ത് എത്ര പേരുണ്ട്? അവിശ്വാസത്തിൻ്റെ അനുഭവമല്ല, നിങ്ങളത് പ്രാർത്ഥിക്കുന്നത് അവിശ്വാസത്തിൻ്റെതല്ല, അതൊരു ആഗ്രഹമാണ്, അതൊരു താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ അവകാശമാണ്. യേശുവിനെ നേരിട്ട് ഒന്ന് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. മറ്റു പലരും പറയുന്നത് കേൾക്കുന്ന ഒരു അനുഭവമല്ല, എനിക്ക് വ്യക്തിപരമായി യേശുവിൽ നിന്നും ഒരു വലിയ അനുഭവം ഉണ്ടാകണം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇന്ന് മുതൽ അങ്ങനെ ആയിരിക്കട്ടെ. എനിക്ക് കൃപാവരം വേണമെന്നല്ല, എനിക്ക് വിദേശത്ത് പോകണമെന്നല്ല, എനിക്ക് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകണമെന്നല്ല, അതിന് പകരം എനിക്ക് എൻ്റെ യേശുവിനെ കാണണമെന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അതായിരിക്കട്ടെ, ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. ഹല്ലേലൂയ. പലരും പറയുന്ന കേൾക്കുന്നതൊന്നും എനിക്ക് വേണ്ട, സാക്ഷ്യങ്ങൾ പലരുടെയും സാക്ഷ്യങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വ്യക്തിപരമായി എനിക്ക് ദൈവത്തിൽ നിന്നും ഒന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മെ എല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? സുവിശേഷ വേല ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എവിടെ നോക്കിയാലും സുവിശേഷ പ്രസംഗങ്ങൾ കുറവാണ്, സുവിശേഷം പറയുന്നത് കുറവാണ്. ഹല്ലേലൂയ. പലർക്കും സുവിശേഷം പറയുന്നത് പലരും കുറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പണ്ടത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ അപ്പോസ്തലന്മാരെല്ലാവരും നല്ല സുവിശേഷ തൽപരരായിരുന്നു. അവരാരോടും, ബസ്സിനകത്ത് കയറിയാൽ ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയും. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാൽ ആരെങ്കിലും പരിചയപ്പെടും, അവരോട് സുവിശേഷം പറയും. ഹല്ലേലൂയ. അവരുടെ ബന്ധുക്കളുടെ അടുക്കൽ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ചെന്നും സുവിശേഷം പറയും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഭയമാണ്, ഇന്ന് എല്ലാവർക്കും പേടിയാണ്. അയ്യോ, ഇനി അവര് എന്നെ വീട്ടിൽ കയറ്റത്തില്ല, അവര് പിണങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യ സുവിശേഷം ഇന്ന് പറയുന്നവർ വളരെ കുറവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ഈ ലോകത്ത് ഈ ശിഷ്യന്മാരെ വിളിച്ചതും ഈ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചതും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നല്ല അതിനെ പറയേണ്ടത്, അത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുള്ള പുസ്തകമാണ്. ആ പുസ്തകമാണ് ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട പുസ്തകം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങി അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നിട്ട് അവരിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശുവിൻ്റെ സുവിശേഷത്തെ ഉറപ്പിച്ചതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ഈ അന്ത്യകാലത്ത് ദൈവം ആഗ്രഹിക്കുന്നത് തോമസ് ശ്ലീഹയെ പോലെ യേശുവിനെ നേരിട്ട് കണ്ട് ആ ധൈര്യത്തോടെ മരിക്കാൻ തയ്യാറായി, ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഈ യേശുവിന് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ വെളിപ്പാടോടുകൂടി ഇന്ത്യയിൽ വന്ന് രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് തോമസ് ശ്ലീഹ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി മരിച്ചു? സുവിശേഷത്തിന് വേണ്ടി മരിച്ചു. മരിക്കാൻ ഭയമില്ലായിരുന്നു, കാരണം യേശുവിനെ നേരിട്ട് കാണുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ മറ്റുള്ളവരെ പോലെയല്ല, അവൻ മഹിമ കണ്ട സാക്ഷിയാണ്. പത്രോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവനായിട്ടല്ല, ഞാൻ മഹിമ കണ്ട സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകല മഹിമ കണ്ടവർക്ക് മാത്രമേ സുവിശേഷം പറയുവാൻ ധൈര്യമുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരൊക്കെ എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി കാണും. അവരാരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കത്തില്ല, അവർ സത്യം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സുവിശേഷം പറയും. ഹല്ലേലൂയ. അവർക്ക് ധൈര്യമുണ്ടാകും, അവർക്കൊരു ഉറപ്പുണ്ടാകും. ഞാൻ ഈ തോമസ് ശ്ലീഹയെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അവിശ്വാസിയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ പിതാവും മാതാവും യേശുവിനെ രക്ഷിതാവായി, എൻ്റെ മാതാവും എൻ്റെ സഹോദരനുമൊക്കെ കർത്താവിൽ നിന്നും ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു, അവർ ആത്മനിറവിലായി. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ മാതാവ് 4-5 പ്രാവശ്യം യേശുവിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എൻ്റെ സഹോദരനാണ് ആദ്യം കർത്താവിനെ അറിഞ്ഞ് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച് അവന് ആത്മഹത്യയുടെ നടുവിലായിരുന്നപ്പോൾ യേശുവിൽ നിന്നും അഭിഷേകം പ്രാപിച്ച് താൻ വീട്ടിൽ വന്ന് ഈ സുവിശേഷം പറഞ്ഞപ്പോൾ ഈ സുവിശേഷം പറഞ്ഞ എൻ്റെ സഹോദരനെ റൂമിനകത്ത് പൂട്ടിയിട്ട് ഒരു ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ പ്ലാനും പദ്ധതിയിട്ടവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ പിന്നത്തേതിൽ എൻ്റെ മാതാവ് താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ റൂമിനകത്ത് രാത്രി 2 മണി സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ ആ റൂമിനകത്ത് ഇറങ്ങി വന്ന് ഞാനാണ് നീ അന്വേഷിക്കുന്ന സത്യ ദൈവം എന്ന് പറഞ്ഞ് എൻ്റെ മാതാവിൻ്റെ അടുത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ മാതാവിനെ തൊട്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഹല്ലേലൂയ എൻ്റെ സാക്ഷികളായി ലോകരാജ്യങ്ങളിൽ അയക്കുമെന്ന് ആ ദൈവിക ദൂത് കൈമാറ്റം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. അതിനുശേഷം പലയിടങ്ങളിലും പോകുമ്പോൾ ആ മാതാവ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യേശു കർത്താവ് ആരാധനകളുടെ നടുവിലൂടെ നടന്നു വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് ആരാധിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മഹത്വവും മഹിമയും കണ്ട മാതാവ് ആ ദിവസം രാത്രി യേശുവിനെ കണ്ടപ്പോൾ അന്ന് രാത്രി തന്നെ ആ പൂജാ റൂമിനകത്ത് കയറി അതിനകത്തിരുന്ന സകലതും എടുത്ത് ഇന്ന് വരെ ഞാൻ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നു, സത്യ ദൈവം എന്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ മാതാവ് പിന്നെ പവർ കോൺഫറൻസിൽ പോയിട്ടല്ല, ബൈബിൾ കോളേജിൽ പോയിട്ടല്ല, അവർ ദൈവത്തിന്റെ മഹത്വവും മഹിമയും കണ്ടപ്പോൾ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് അന്ന് വരെ താൻ വിശ്വസിച്ചിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത് സുവിശേഷ വേലയ്ക്കാണ്. സുവിശേഷം പറയുവാൻ താൻ ഇറങ്ങി. തനിക്ക് ആരെയും ഭയമില്ലാതായി, നാട്ടുകാരെ പേടിയില്ല, വീട്ടുകാരെ പേടിയില്ല, മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി എന്നൊരു തീരുമാനം എൻ്റെ മാതാവ് എടുത്തിട്ട് എൻ്റെ മാതാവിൻ്റെ തന്നെ അവരുടെ മക്കളായ ഞങ്ങൾ 2 പേരെയും ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, എൻ്റെ മക്കൾ ആരും പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി വേറൊരു ജോലിക്ക് പോകണ്ട, എൻ്റെ തലമുറകൾ യേശുവിനെ യേശുവിനെ അറിയിക്കുന്നവരായി മാറണം, ബൈബിൾ ചുമക്കുന്നവരായി മാറണമെന്ന് എൻ്റെ മാതാവ് ആരാധനകളുടെ നടുവിലിരുന്ന് തീരുമാനമെടുക്കുകയാണ്. അനവധി അഭിഷിക്തന്മാർ കയറി ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനത്തിനകത്ത് വരികയാണ്. അവർ സുവിശേഷം പറയുകയാണ്. അവർ പോലും ഞങ്ങളോട് പറയുന്നു, ഇത്രയും തീഷ്ണത പാടില്ല, ഇത്രയും തീവ്രവാദമായ വിശ്വാസമൊന്നും വേണ്ട, ഇപ്പോഴേ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. കാരണം എൻ്റെ മാതാവ് രാവിലെ ആവുമ്പോൾ അവിടെയുള്ള സകല ജാതികളുടെ ഭവനത്തിനകത്തും കയറി എൻ്റെ മാതാവ് കണ്ട യേശുവിനെ പറയാൻ തുടങ്ങും. അവരോടൊക്കെ സുവിശേഷം, യേശുവാണ് ദൈവം, സത്യ ദൈവം ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ പലരും അടിക്കാൻ വേണ്ടി എഴുന്നേറ്റു, പലരും ഉപദ്രവിക്കാൻ വേണ്ടി എഴുന്നേറ്റു. എൻ്റെ മാതാവ് ആരാധനയ്ക്ക് പോകുമ്പോൾ വെട്ടുകത്തിയും ആയുധങ്ങളുമായി എൻ്റെ മാതാവിനെയും എൻ്റെ സഹോദരനെയും കൊന്നൊടുക്കാൻ വേണ്ടി പലരും ഗൂഢാലോചന നടത്തി ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ അവരുടെ നടുവിലൊന്നും തളരാതെ പതറിപ്പോകാതെ ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ എൻ്റെ മാതാവ് പറയാണ്, ഞാൻ ഈ സുവിശേഷം പറയും. ഹല്ലേലൂയ. നിലമങ്ങാട് പട്ടണത്തിൽ ഈ ദേശത്തിൽ മഞ്ച ഏരിയ ആ ഭാഗത്ത് ഞങ്ങൾക്ക് വിരോധമായി 1 അല്ല 2 അല്ല 3 അല്ല ആൾക്കാരെ എടുത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് ഞങ്ങളുടെ കുടുംബത്തിനകത്തിട്ട് ഭവനത്തിനകത്ത് കയറി ഞങ്ങൾ വെട്ടിക്കൊന്നുകളയുവാൻ തീ കത്തിച്ച് കൊല്ലുവാൻ വേണ്ടി പ്ലാനും പദ്ധതി ഒരുക്കതിൻ്റെ നടുവിലും പതറിപ്പോകാതെ നിൽക്കാൻ സാധിച്ചതിൻ്റെ പുറകിൽ ഒരു വെളിപ്പാടുണ്ട്. അതാണ് മഹത്വം കണ്ട സാക്ഷിയായി, മഹിമ കണ്ട സാക്ഷിയായി മാറിയപ്പോൾ. ഇന്ന് പകലിതിനകത്തിരിക്കുമ്പോൾ തോമസ് ശ്രീഹയെ പോലെ നീയും പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എനിക്ക് അവര് പേരും പറയുന്നത് കേട്ട് ജീവിക്കാനല്ല, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. റിവൈവലിന്റെ ആരംഭം എന്താണെന്ന് അറിയാമോ? മോശയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മോശ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ എനിക്ക് അങ്ങനെ മഹത്വം കാണണം, എനിക്ക് അങ്ങനെ മഹത്വം കാണണം. ലക്ഷക്കണക്കിന് ജനത്തിന്റെ പാസ്റ്ററായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതിനേക്കാൾ ഉപരിയായി എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. ഹല്ലേലൂയ. ദൈവത്തെ കാണാനുള്ള ഒരു ആഗ്രഹം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തോട് സംസാരിക്കാനുള്ള ആഗ്രഹം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള താല്പര്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ മാതാവിനെ ആരാധനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞ് പലപ്പോഴും വെട്ടുകത്തി എടുത്തവരുടെ കഴുത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ്റെ മാതാവിനെ ആരാധനയ്ക്ക് പോകുന്ന തടയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മഹിമ കണ്ട സാക്ഷികളെ തടയാൻ ആർക്കും പറ്റത്തില്ല.
അവരുടെ തീരുമാനം ഭയങ്കര കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസം. മഹിമ കണ്ടാൽ എന്താണ് പത്രോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഹല്ലേലൂയ തൊട്ടു നോക്കി, ഞങ്ങൾ രുചിച്ചു നോക്കി, ഞങ്ങൾ ആ മഹിമയെ നേരിട്ട് കണ്ടു. ഹല്ലേലൂയ. പൗലോസിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിച്ച പൗലോസ് കടന്നു പോകുമ്പോൾ നട്ടുച്ച നേരത്ത് മഹത്വം കണ്ട ആ യേശുവിന്റെ മഹത്വം കണ്ട് അവിടെ വെച്ച് മാനസാന്തരപ്പെടുകയാണ്. ആ പൗലോസാണ് ആ രക്തസാക്ഷിയാകാൻ ഒരു മടിയുമില്ലാതെ നിന്ന് കൊടുത്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിനകത്തൊരു തീഷ്ണത വരണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി മാറുവാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തമായ ശുശ്രൂഷയാണ് മഹിമ കണ്ട സാക്ഷികളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തെ നേരിട്ട് കണ്ട് ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയവരുടെ മിനിഷിയിൽ വ്യത്യസ്തത കാണും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചിന്തിച്ചതുപോലെ ശമരിയാക്കാരി സ്ത്രീ ദൈവത്തെ നേരിട്ട് കണ്ട് ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ ഒരു പട്ടണത്തെ മുഴുവൻ പിടിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ട ഫിലിപ്പോസ് ശമരിയയിൽ വന്ന് ഒറ്റ പ്രസംഗം സകലെണ്ണം മുഴങ്കാലും അടക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ശുശ്രൂഷയിൽ ലോകത്തൊരു മനുഷ്യൻ, ഒരു അപ്പോസ്തലന്മാരും പൗലോസിന്റെ മുമ്പിൽ നിൽക്കാത്ത വെളിപ്പാട് പൗലോസ് നേടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് നിഴലടിക്കുമ്പോൾ തന്നെ, പത്രോസിന്റെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അതിന് കാരണം? ദൈവത്തെ നേരിട്ട് കണ്ടവർ, ദൈവ ശബ്ദം കേട്ടവർ, അവർ വ്യത്യസ്തരായി മാറുവാനിടയാകും. അവർക്ക് മരണത്തെ ഭയമില്ലാത്തൊരു കൂട്ടമായി മാറും. അവർ കോംപ്രമൈസ് ഇല്ലാതെ യേശുവിന് വേണ്ടി ജീവിക്കാനിടയാകും. അവർ ധൈര്യത്തോടെ സുവിശേഷം വിളിച്ചു പറയും. അവരുടെ ആരാധനകളെ തടയുവാൻ ആർക്കും പറ്റത്തില്ല. അവരെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ മരണത്തിന് പറ്റത്തില്ല. നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ ഒന്നിനും അവരെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്താ അതിന് കാരണം? അവർ മഹിമ കണ്ട സാക്ഷികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മാതാവും എൻ്റെ സഹോദരനൊക്കെ വിശ്വാസത്തിന് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഭയങ്കര വിഷയങ്ങൾ. ഞാനടക്കം, എൻ്റെ പിതാവടക്കം, ഞങ്ങളൊക്കെ ഭയങ്കരമായി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, നാട്ടുകാരെല്ലാം ശ്രമിക്കുക, പക്ഷേ നടക്കുന്നില്ല. ഹല്ലേലൂയ. അവർ തീരുമാനം, രാവിലെ ആകുമ്പോൾ ആരാധന തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായി അതിരാവിലെ എഴുന്നേറ്റ് ആ പള്ളി ചെന്നിരിക്കും. പള്ളിയിൽ എല്ലാവരും വരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് അവിടെ ചെല്ലും. ഹല്ലേലൂയ. അവിടെയുള്ള എല്ലാ അന്ന് പായും ഇതൊക്കെയാണ്, ഇന്നത്തെ പോലെ കസേര AC ഒന്നും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അവർ രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് പാഷ വരുന്നതിന് മുമ്പ്, വിശ്വാസികൾ വരുന്നതിന് മുമ്പ് അവിടെ ചെന്നിരിക്കും. കൃത്യമായിട്ട് അവിടെ എല്ലാം ചെയ്ത് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ പിന്നെ മറ്റുള്ളവർ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലം നോക്കണം, തീഷ്ണതയില്ലാത്ത ദൈവ മക്കള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീക തീഷ്ണത നഷ്ടപ്പെട്ടവർ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടവര്, ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ട ജനമായി ഇന്ന് ഈ അന്ത്യകാലത്ത് ജനം മാറിയിരിക്കുന്നു. വചനം പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഹല്ലേലൂയ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വരാൻ സമയമായിരിക്കുന്നു, അന്ത്യകാലമായിരിക്കുകയാണ്. ഇന്ന് ആർക്കും ദൈവഭയമില്ല, ദൈവസ്നേഹമില്ല. ആരാധനകൾക്ക് അവർക്കൊരു ആരാധനകൾ ഉപേക്ഷയായി വിചാരിച്ചിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമുള്ളവനെ ആരാധനയ്ക്ക് വരാൻ പറ്റൂ. ദൈവത്തെ കാണുന്നവനെ ആരാധിക്കണമെന്ന് തോന്നുള്ളൂ. ജീവിതത്തിൽ മറ്റുള്ള ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലതിനും സ്ഥാനമാനങ്ങൾ കൊടുത്തവന് കൊറോണ നല്ലൊരു കാര്യമെന്നേ അവൻ പറയുള്ളൂ. കൊറോണ വന്നു, ആലയം അടച്ചു. പള്ളിക്കൂടത്തിൽ പോകാതിരിക്കാൻ വേണ്ടി പിള്ളേര്, പള്ളിക്കൂടം അടച്ചെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. പള്ളിക്കൂടം അടച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യും? ഹല്ലേലൂയ. പിള്ളേരെല്ലാം തുള്ളിച്ചാടും, അവർ കളിക്കാം എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ വിശ്വാസികളുടെ കാര്യം. ഇതാണ്, ആലയം അടയ്ക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനകൾ അടുത്ത ആഴ്ച മുതലില്ല എന്ന് മുഖ്യമന്ത്രി അറിയിപ്പ് പ്രകടിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ ഉള്ളിൽ സന്തോഷിക്കുന്നത് വിശ്വാസികളായി മാറിയിരിക്കുകയാണ്. പോണ്ടല്ലോ. പ്രൈസ്. മാർക്കറ്റിൽ പോകും, അവര് മെഡിക്കൽ സ്റ്റോറിന്റെ അവിടെ ചെന്ന് നിൽക്കും. മദ്യ ഷോപ്പിന്റെ മുമ്പിൽ 10,000 ജനങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മിഠായി തെരുവ് എന്ന് പറയുന്നത് പത്രത്തിൽ വന്നപ്പോൾ ആ തെരുവ് മുഴുവൻ ജനങ്ങൾ 10,000. കൊറോണ എന്നൊരു വിഷയമല്ല, തിന്നാനും കുടിക്കാനും കഴിക്കാനും വേണ്ടി ആൾക്കാർ കടകൾ തുറന്നപ്പോൾ ഇഷ്ടം പോലെ ജനം ചെന്ന് നിൽക്കുക തിന്നാൻ. ഹല്ലേലൂയ. പിന്നെ കുടിക്കാനും എല്ലാത്തിനും മത്സരം. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് കൊറോണയും പേടിയില്ല, ഒന്നും പേടിയില്ല. ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ
അയ്യോ കൊറോണയാണ്, 15 പേർക്കേ ഇരിക്കാവൂ. എങ്ങനെ വരും? ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും വീട്ടിൽ കിടക്കണം, തിന്നുകൊണ്ട് വീട്ടിൽ കിടക്കാനാണ് താല്പര്യം. എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാത്രം ഭാഷന്മാരെ വിളിക്കും. ലോകത്തുള്ള എല്ലാ ദൈവദാസന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കണേ 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 എന്ന് പറയുക. ഞങ്ങളാരും നിങ്ങളെ കൂലിക്കാരല്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. വീട്ടിനകത്ത് മടി പിടിച്ച് കിടക്കുന്നവരെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാധനകൾക്ക് വേണ്ടി ദൈവം നിനക്ക് ആയുസ്സ് തന്ന്, ആരോഗ്യം തന്ന്, ഇന്ന് വാഹനം തന്ന്, നല്ല വീട് തന്ന്, നിനക്ക് നല്ല ജോലി തന്ന്, സകലതും ദൈവം ഒരുക്കി തന്ന്, സകല നന്മകളാലും സകല സമൃദ്ധിയിലും നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ അവസരം കിട്ടിയാൽ പോലും അവസരങ്ങളെ പാഴാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിനോട് വളരെ ഭാരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് മാറി നിന്നാൽ നമ്മുടെ കാര്യത്തിന് തീരുമാനമാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊറോണ വന്ന് ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ, പിന്നെ ഭാര്യയോ മക്കളോ, ഈ ലോകത്ത് ഒരു മനുഷ്യനും ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സിന്റെ അടുക്കൽ നിങ്ങൾ കൊണ്ടുചെന്നിട്ട് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, എനിക്ക് ഈ വ്യക്തിയെ സൗഖ്യമാക്കി മടക്കി കിട്ടണമെന്ന് വെളിയിൽ നിന്ന് ഭർത്താവോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും ഇത് പണം കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല, നീ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആ പ്രാർത്ഥിച്ചാൽ ദൈവം രക്ഷിച്ചാൽ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മനുഷ്യർ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ കൊടുത്താൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ഗ്യാരണ്ടി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ സകല മനുഷ്യന്റെയും ആയുസ്സിന് ഗ്യാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്നവനെ നാളെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ശ്വാസം എടുക്കുന്നു, വലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണം കൊടുക്കേണ്ടിരുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരെ ഹല്ലേലൂയ നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസത്തിന്, ഈ ഓക്സിജന് പൈസ കൊടുക്കാതിരുന്നു. പണ്ടും ഭാഷന്മാര് പ്രസംഗിച്ചിട്ടുണ്ട്, അന്ത്യകാലം വരുമ്പോൾ ഓക്സിജന് വില കൊടുക്കേണ്ടി വരും, ഓക്സിജന് വില കൊടുക്കേണ്ടി വരും എന്ന് പ്രസംഗിക്കുമ്പോൾ കവലകൾ തോറും കൺവെൻഷനുകൾ കെട്ടി പാവപ്പെട്ട ഭാഷന്മാർ കയറുന്നെന്ന് പറയും ഒരു അന്ത്യകാലം വരും. പ്രൈസ് ദി ലോർഡ്. രോഗങ്ങൾ വരും, മാരക രോഗങ്ങൾ വരും, ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വരാ രോഗം വന്ന് മരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, കാലം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന്, നിത്യതയിൽ പോകാൻ വേണ്ടി, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നോഹയുടെ കാലഘട്ടത്ത് നോഹ പ്രസംഗിച്ചപ്പോൾ 120 വർഷക്കാലം ആ സുവിശേഷം ആരും കേട്ടില്ല എന്നതുപോലെ ഈ കാലഘട്ടങ്ങളിലും അഭിഷിക്തന്മാരെ മാനസിക രോഗികളാക്കി ഭ്രാന്തന്മാരാക്കി പലരും പറയാണ് കൊറോണ വന്നു, ഭാഷന്മാരെവിടെ? എവിടെ ഭാഷന്മാരെ ചോദിക്കുമ്പോൾ കൊറോണ വരുന്നതിന് മുമ്പ് ഭാഷന്മാരുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവർ അന്നും ഇന്നും പറയുന്ന കാര്യമാണ്, ഇതും ഇതിന്റെ അപ്പുറവും വരും. പക്ഷേ നീ എന്ത് ചെയ്യണം? നിന്റെ രക്ഷയ്ക്ക് നീ കർത്താവിനെ രക്ഷിതായി സ്വീകരിക്കണം. പ്രൈസ്. നിന്റെ രോഗം മാറാനല്ല, നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനു മുമ്പേ വേദപുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നതാണ്. ഇതുപോലുള്ള രോഗങ്ങൾ വരും, മഹാവ്യാധികൾ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് അതുപോലെ വന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവദാസന്മാർ അന്ന് പ്രസംഗിച്ചതുപോലെ ഓക്സിജനാണ് ഇപ്പൊ പ്രശ്നം. ഹല്ലേലൂയ. ശ്വാസകോശത്തിന്റെ പ്രശ്നമുണ്ടായി, ന്യൂമോണിയ പിടിച്ച് ശ്വാസം കിട്ട ലങ്സ് പ്രോബ്ലമായി മനുഷ്യൻ മരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വെന്റിലേറ്ററിനകത്തിട്ട് ശ്വാസം എടുക്കാനാണ് പ്രശ്നം. അതിന് എത്ര ആയിരം ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ എഴുതി വാങ്ങിക്കുകയാണ്. ഒരു വ്യക്തിയെ രക്ഷിക്കാനില്ല 5, 10, 6 ലക്ഷം രൂപയും 5 ലക്ഷവും 4 ലക്ഷവും ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എഴുതിയെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഇന്ന് പറയുന്നല്ലേ, എത്രയോ ആളുകളായി അഭിഷിക്തന്മാർ വിളിച്ചു പറയുന്നതാണ്, വേദപുസ്തകം വിളിച്ചു പറയുകയാണ്, ഈ ഓക്സിജന് പോലും വില കൊടുക്കേണ്ടി വരും. ഇന്ന് വരെ നമ്മുടെ ദൈവത്തിന് ഒരു നന്ദി പറയണം. എൻ്റെ ദൈവം ഇന്ന് വരെ ഒരു ബില്ലും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹം, ആരോഗ്യം, ഈ ഓക്സിജൻ, ഈ ആയുസ്, ഇതിനൊന്നും ഒരു ബില്ല് പോലും നമ്മുടെ ദൈവം ഇന്ന് വരെ നമ്മുടെ മുമ്പിൽ ഇത്ര ബില്ലായി നിനക്ക് ഞാൻ ആഹാരം തന്നു, നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് നല്ല മക്കളെ തന്നു, നിനക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നിനക്ക് നല്ല വീട് തന്നു, നിനക്ക് ആരോഗ്യം, നല്ല പെർഫെക്റ്റായ ബോഡി തന്നെന്നും പറഞ്ഞ് ദൈവം ഒരു ബില്ല് ഇന്ന് വരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടില്ല. പക്ഷേ ഈ ലോകത്തെ സകല മനുഷ്യനും സകല ഗവൺമെന്റും സകലത്തിനും നമ്മളെ ബില്ലുകൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോൾ ഇന്ന് പകൽ ഫ്രീ ആയിട്ട് എല്ലാം തരുന്ന ഈ ദൈവത്തിന്
എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിനെ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂടാ? ഈ ദൈവത്തിന് ഒരു കയ്യടി നമുക്ക് കൊടുത്തുകൂടെ? ഈ ലോകത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഗവൺമെന്റിനോ അല്ല, ഈ ജീവനുള്ള ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാൻ ഇന്ന് നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ ദൈവമാണ് യോഗ്യൻ. ഹല്ലേലൂയ, സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. ഈ ദൈവസന്നിധിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ദാനിയേലിനെ പോലെ ഇന്ന് പകല് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു തീരുമാനമെടുക്കണം. നിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നിനക്ക് സാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ ഒരു തീക്ഷ്ണത കാണിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വാസം, ഈ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആരാധന, അത് ദൈവത്തിന് മാത്രം കൊടുക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം നമ്മൾ മാറ്റിവെക്കണം. നിങ്ങൾ നോക്കുക, ഈ ലോകത്ത് എവിടെയാണെങ്കിലും പല മതക്കാരുണ്ട്, പല ജാതികൾ, പല മതക്കാരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ആരാധന സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവരൊക്കെ ചില മതക്കാർ അവര് ഈ ലോകത്ത് എവിടെ പോയാലും കൃത്യമായിട്ടും ആ പ്രാർത്ഥിക്കുന്ന നിമിഷം, ഹല്ലേലൂയ, അത് എവിടെയാണെങ്കിലും സകല അത് മാറ്റിവെക്കും. സകല കടകളും അടയ്ക്കും, അവരുടെ ബിസിനസ്സുകൾ വരെ അടയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. കേട്ടിട്ടുണ്ടോ? മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പലപ്പോഴും നമ്മൾ പലപ്പോഴും റെസ്പെക്ട് ചെയ്തു. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എത്ര കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ബിസിനസ് ഉള്ള സമയമാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ കട അടച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കട അവിടെ അടയ്ക്കും. ആ സമയത്ത് എത്ര കോടി രൂപയുടെ ബിസിനസ് എന്ന് പറഞ്ഞാലും അവർ കൃത്യമായി കട അടച്ചിരിക്കും. 2 മണി ഉച്ചയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ കട. എന്താ കാരണം? അതൊരു മുസ്ലിമാണ്. ആ വ്യക്തി വിശ്വസിക്കുന്നതിൽ വിശ്വസ്തനാണ്. അവന്റെ പണമല്ല വലുത്, അവന്റെ പ്രാർത്ഥനയാണ് വലുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് എയർപോർട്ടാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അത് ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവര് പ്രാർത്ഥനാ റൂം എല്ലായിടത്തും ഉണ്ട്. ആ പ്രാർത്ഥനാ റൂമിൽ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ കയറി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അവർ പ്രാർത്ഥിക്കും. അവരുടെ കയ്യിലൊരു നിസ്കാരത്തിന്റെ വേണ്ടിയുള്ള ഒരു പായോ ഇത് കാണും. ഈ ലോകത്ത് എവിടെ പോയാലും അവൻ മനുഷ്യനെ നോക്കാറില്ല. അവന്റെ ബന്ധുക്കൾ വന്നെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥന നടത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാരണവശാലും അവരുടെ പ്രാർത്ഥനകൾക്ക് ഒരു മുടക്കം വരുത്തില്ല. ഒരു പണത്തിന് വേണ്ടി ദൈവത്തെ ഒറ്റ കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഒരു തീഷ്ണത. ഇന്ന് പകല് ക്രിസ്ത്യാനികളായി നമ്മള് ഹല്ലേലൂയ ദൈവം വിളിച്ച് വേർതിരിച്ച് സത്യ നമസ്കാരികളെന്ന് പറയുന്ന ഞാനും നീയും ഒരു സാഹചര്യം കാണാൻ വേണ്ടി കാത്തിരി. ഇന്ന് നമ്മൾ പറയും, ആരാധന ഉണ്ടെന്ന് പറയുമ്പോൾ വണ്ടിയില്ല എന്ന് പറയും, വാഹനമില്ല, വരാൻ കഴിയില്ല, മഴയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാധനയ്ക്ക് വരാൻ വാഹനമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുറ്റടുത്ത് ഈ വീടുകൾക്ക് ഈ ആരാധനാലയത്തിന്റെ അടുത്ത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ പോലും ആരാധന മുടക്കുകയാണ്. നടന്നു വരാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിച്ച് വണ്ടികളായി, വാഹനങ്ങളായി. പ്രൈസ്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഒരു വണ്ടിയില്ല, ഒരു വാഹനവും ഇല്ല. പണ്ടത്തെ ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ, കാളവണ്ടി പോലും ഇല്ലാതിരുന്ന സമയത്തും കിലോമീറ്റർ കണക്കിന് നടന്നു വന്ന ആത്മാവിൽ സത്തിൽ ആരാധിച്ചവരുടെ തലമുറയാണ് ഇന്ന് അമേരിക്കയിലും UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഹല്ലേലൂയ കോടീശ്വരന്മാരായി ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ഒരു കാലത്ത് കൊടുത്ത വിലയാണ്, അവർ ഒരു കാലത്ത് ദൈവത്തിന് കൊടുത്ത, ദൈവത്തിന്റെ ആരാധനയ്ക്ക് കൊടുത്ത വില. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ശുശ്രൂഷകന്റെ പ്രകാരം അദ്ദേഹം പ്രസംഗിച്ചിട്ട് നിന്നപ്പോൾ ഒരു പയ്യൻ വന്ന് ആദ്യ അവസാന സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ അഭിഷിക്തം വിളിച്ച് ചോദിച്ചു, മകനെ, നീ ഈ ആരാധന ആരംഭിച്ച നിമിഷം മുതൽ അവസാനം വരെയും ഈ ഇടപെടാതെ 10,000 സ്തോത്രമെങ്കിലും പറഞ്ഞു കാണുമല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ ആരാണ്? അവിടെ അടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഇവൻ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പയ്യനോട് താല്പര്യം തോന്നിയ ഭാഷ ചോദിച്ചു, എന്താ ഈ ആരംഭം മുതൽ അവസാനം വരെ ഇത്രയും കോടീശ്വരനായ പണക്കാരനായ ഒരു വ്യക്തിയുടെ മകനായ നിനക്ക് ഈ സ്തോത്രം പറയാൻ ഒരു തോന്നൽ? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, പണം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷെ സ്തോത്രം പറഞ്ഞാൽ ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ആത്മാവിലെ ദൂത് പറയുകയാണ്. നിന്റെ കയ്യിലോ എൻ്റെ കയ്യിലോ വസ്തുക്കളോ വീടോ കാറോ എല്ലാ വസതിയും കാണും, എല്ലാ സെറ്റപ്പും നിനക്ക് കാണും. പക്ഷേ നീ വാ തുറന്ന് സ്തോത്രം പറഞ്ഞാൽ ഇന്ന് പകൽ നിനക്ക് ജീവിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവമില്ലെങ്കിൽ വേറെ എന്തുണ്ടെങ്കിലും ഒന്നും നിനക്ക് ശാശ്വതമല്ല.
ഒരു ഗ്യാരണ്ടി വേണമെങ്കിൽ യേശു നിന്റെ കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞ ഈ ദൈവം നമ്മുടെ കൂടെ വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോട് നാട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു, നാട്ടുകാർ ഈ ലോകത്തുള്ള എല്ലാവരും കൂടെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ ഈ നാട്ടിലെ ദേശത്തിലെ പിന്നെ ഒരു ഹൈന്ദവ ജനതയുടെ അഭിമാനമായിരുന്ന എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹമാണ് ആ ചന്ദ്രൻ ചേട്ടനാണ് ഞങ്ങളെ ഈ ലെവലിലാക്കിയത്. ആ ചേട്ടൻ്റെ ഭവനം ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി, പെന്തക്കോസുകാരനായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല, നിങ്ങളെ ഞങ്ങൾ കൊല്ലും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ടവരാണ്, വിഷം കുടിച്ച് മരിക്കേണ്ടവർ, കടം കയറി മരിക്കേണ്ടവർ, പട്ടിണി കിടന്നവർ, ദാരിദ്ര്യം അനുഭവിച്ചവർ. അപ്പോഴൊന്നും ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, സംഘടനക്കാരില്ല. അന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ചത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യേശു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഹല്ലേലൂയ ജീവനോടുകൂടി ഈ ഭൂമിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധുക്കളെ അല്ല നോക്കുന്നത്, പാരമ്പര്യമല്ല ഞങ്ങൾക്ക് വലുത്. ഞങ്ങൾക്ക് വലുത് ഈ സമൂഹത്തിൽ ഈ മനുഷ്യർ തരുന്ന വിലയല്ല, അതിനേക്കാൾ വലിയ വിലയില്ലാതെ കിടന്ന ഹീനപാത്രങ്ങളായി കിടന്ന് ഞങ്ങളെ മാനപാത്രമാക്കി തീർത്ത ഒരുവനുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ഹല്ലേലൂയ. ഒരു വലിയ തീഷ്ണത നമുക്കുണ്ടാകട്ടെ. യേശുവിന്റെ പേര് പറയുമ്പോൾ നമുക്കൊരു തീഷ്ണത ഉണ്ടാകട്ടെ. ആരാധനയ്ക്ക് വേണ്ടി ഒരു തീഷ്ണത ഉണ്ടാകട്ടെ. ആരടിക്കാനും വെട്ടാനും കൊല്ലാനും നടന്നാലും അതിന്റെ നടുവിൽ അതൊന്നും മറക്കാതെ മരിച്ചാലും പ്രശ്നമില്ല, എനിക്ക് എന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്ന് പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് ചൻകൂറ്റമുണ്ട്. അവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിനകത്ത് കയറിയിരിക്കുന്നവനല്ല, പേടിച്ചിരിക്കുന്നവനല്ല, ഭയപ്പെട്ടിരിക്കുന്നവനല്ല. മരിക്കും. ഈ ലോകത്ത് ആരും ജനിച്ചാൽ മരിക്കും. മരണത്തെ ഭയപ്പെടുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മരണത്തെ ഭയപ്പെടുന്നവനല്ല, കർത്താവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും കൂടുതൽ പേടിയുള്ളവനായിരിക്കും പെട്ടെന്ന് അടിച്ചു പോണത്. അതുകൊണ്ട് പേടിച്ച് നടക്കരുത്. ഹല്ലേലൂയ. അയ്യോ ഞാൻ മരിക്കും, കൊറോണ വരും എന്ന് പറഞ്ഞ് നടന്നാൽ അത് വരും. പക്ഷെ നീ ധൈര്യത്തോടെ പുറത്തിറങ്ങിയാൽ നിന്റെ കൂടെ ദൈവം ഉണ്ടാവും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാട്ടുകാർ വീട്ടുകാർ എല്ലാം കൂടെ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഓരോ ആരാധന ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ 100 കണക്കിന് ആൾക്കാരാ കൊല്ലാൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ആരാധനയെ വെളിയിൽ ഇറങ്ങിയാൽ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി കാത്തിരിക്കുകയാണ് നാട്ടുകാര്. പ്രൈസ് ദി ലോർഡ്. പള്ളിക്കകത്ത് വന്ന് ഞങ്ങൾ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. അടിച്ചവൻ ഇന്നില്ല ഭൂമിയിൽ. ഹല്ലേലൂയ. അടിക്കാൻ കയറി വന്ന എല്ലാവരും കൂടെ ഗുണ്ടകൾ വന്നിട്ടുണ്ട് അടിക്കാൻ. 10-100 ഗുണ്ടകൾ വന്നു ഞങ്ങളുടെ ചർച്ചിനെ വളഞ്ഞു ഞങ്ങളെ അടിക്കാൻ, കൊല്ലാൻ. പക്ഷേ അതിന് നേതൃത്വം കൊടുത്ത് അപ്പം തന്നെ പോയി തൂങ്ങിച്ചത്തു. അവൻ ഇന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്ലെറിഞ്ഞിട്ടുണ്ട്, കാറി തുപ്പിയിട്ടുണ്ട്, ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്, വീട്ടിനകത്ത് കയറി അടിച്ചിട്ടുണ്ട്, കള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട്, നാട്ടുകാർ മുഴുവൻ കൈവിട്ടിട്ടുണ്ട്. ആയിരങ്ങളുടെ നടുവില് ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ അതിന്റെ ആചാരം, അതിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടുകാർ കൂടി അടിക്കും, കൊല്ലും, അത് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിട്ടത് ഇനി ഞങ്ങൾ എടുക്കത്തില്ല. ഹല്ലേലൂയ. അത് ഒരാളുടെ മുമ്പിൽ ആയിരങ്ങളുടെ നടുവിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകരം നിനക്കൊരു തീഷ്ണത നിന്റെ വിശ്വാസത്തിൽ ഉണ്ടാകണം. നീ വിശ്വസിക്കുന്നതിന് പുറത്തൊരു ധൈര്യം നിനക്കുണ്ടാകണം, ഒരു തൻ്റെ ഇടം നിനക്കുണ്ടാകണം, ഒരു ഉറപ്പ് നിനക്കുണ്ടാകണം. നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ ഒരു ധൈര്യം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലത്ത് വിശ്വാസം കാക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നിന്നെ വിളിക്കുകയാണ്. നീ യേശുവിനെ ആരാധിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇന്ന് പകല നിന്റെ ആരാധനയെ സ്റ്റോപ്പ് ചെയ്യാനാണ് പിശാചിന്റെ തന്ത്രം. നിന്റെ ആരാധന, നീ ആരാധിച്ചാൽ നിനക്ക് വിടുതല, നീ ആരാധിച്ച നിന്റെ തലമുറയ്ക്ക് വിടുതല. എങ്ങനെയെങ്കിലും നിന്റെ ആരാധനയെ സ്റ്റോപ്പ് ചെയ്യാൻ പിശാച് ശ്രമിക്കുമ്പോൾ അതിന് നീ കൂട്ടുനിൽക്കരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജാവിന്റെ ഭോജനം ഞാൻ കഴിക്കത്തില്ല. അതുകൊണ്ടായിരുന്നു ദാനിയേലിനെ ആ രാജ്യത്തിലെ ഒന്നാമനാക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിലെ ആ ദാനിയേലിനോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് നീ പ്രാർത്ഥിച്ചാൽ നിന്നെ എടുത്തെന്ത് ചെയ്യും? നിന്നെ കൊന്നുകളയും. ദാനിയേൽ ഉടനെ തന്നെ അതേ സമയത്ത് ചെന്ന് മുട്ടുമടക്കി കിളിവാതിൽ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചു. നമ്മളാണ് ഈ പറഞ്ഞനെ അയ്യോ ആജ്ഞ കൽപ്പന പുറപ്പെടുവിച്ചു, നിയമം വന്നു, പ്രാർത്ഥന നടന്നു. നാളെ ഒരു പക്ഷേ ഒരു വലിയൊരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിയമം വരുമായിരിക്കാം. ഒരു ക്രിസ്ത്യാനിയും വീട്ടിനകത്ത് പ്രാർത്ഥിക്കരുത്.
പ്രൈസ് ദി ലോർഡ്. അപ്പോഴറിയാം എത്ര ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമെന്ന്. ഹല്ലേലൂയ. സോ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ജയിലിലിടും, കൊല്ലും എന്ന് വേണമെങ്കിലും നിയമം വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേലിന്റെ കാലത്ത് അങ്ങനെ വന്നപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ മുഴങ്കാല് മുടക്കി അന്ന് പതിവിലും നേരത്തെ ചെന്ന് പ്രാർത്ഥന തുടങ്ങി. എന്താ കാരണം എന്നറിയാമോ? ദാനിയേലിനറിയാം ദാനിയേലിന്റെ കൂടെയുള്ള ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. നിയമങ്ങളെ മാറ്റുവാൻ ശക്തനായ ദൈവം, രാജാക്കന്മാരെ മാറ്റുവാൻ ശക്തനായ ദൈവം, പിന്നെ ഭരണകൂടങ്ങളെ മാറ്റുവാൻ ശക്തനായ ദൈവം, ഈ ലോകത്തുള്ള സകല ഭരണ അധികാരികളെ വെച്ചിരിക്കുന്നവരാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഈ ഭരണകൂടങ്ങളെ വെച്ചിരിക്കുന്നവനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തെ വെച്ചിരിക്കുന്ന എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. ഇന്ന് പകൽ മഹിമ കണ്ട സാക്ഷിയായ നീ മാറുമ്പോൾ നീ ആരെയും ഭയപ്പെടത്തില്ല. നാളെ ഈ നേരത്തെ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ, നിന്നെ എടുത്ത് സിംഹക്കുഴിക്കകത്ത് ഇടുമെന്ന് പറഞ്ഞാലും നിന്റെ പ്രാർത്ഥന അവസാനിക്കത്തില്ല. ദാനിയേൽ തന്റെ ഇടമുള്ളവൻ, ധൈര്യമുള്ളവൻ, ആ പ്രാർത്ഥിച്ചപ്പോൾ സകല മനുഷ്യരും കൂടെ ചേർന്ന് ദാനിയേലിനെ എടുത്ത് സിംഹത്തിന്റെ കൂട്ടിനകത്തിടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ കൂട്ടിനകത്തിട്ടപ്പോൾ ഇട്ട രാജാവിന് വരെ ഒരു പരിഭ്രമം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വന്ന് ദാനിയേലെ, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് വരെ ഒരു വിശ്വാസമുണ്ട്, ദാനിയേലിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ഭയപ്പെടും ജനം. ഹല്ലേലൂയ. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സകലതും നിന്റെ മുമ്പിൽ മുട്ടുമടക്കാനിടയാകും. പ്രാർത്ഥിക്കുന്നവന് ഭയമുണ്ട് ഇല്ല. അതാണ് പ്രാർത്ഥിക്കുന്നവന് ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നതിന് കൊറോണ വന്നു, അപ്പുറത്ത് വന്നു, ഇപ്പുറത്ത് വന്നു, അവർക്ക് വന്നു, ഇപ്പൊ എനിക്ക് വരുമെന്ന് കൊണ്ട് കാത്തിരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടിരിക്കത്തില്ല. ഹല്ലേലൂയ. കോംപ്രമൈസ് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ ആരാധന സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവർ ഇരിക്കത്തില്ല. ഈ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവരാണ് അങ്ങുമില്ല ഇങ്ങുമില്ലാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നീ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആരാധനകളെ നീ മുടക്കത്തില്ല. ഹല്ലേലൂയ. നടന്നാണെങ്കിലും നീ വരും. പ്രൈസ് ദി ലോർഡ്. എത്ര കിലോമീറ്റർ നടക്കാനും നിന്റെ അകത്ത് ജീവനുള്ള ദൈവത്തിന്റെ തീ ഉണ്ടെങ്കിൽ നീ അതിന് തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ എന്ന് പറഞ്ഞ ആ സിംഹക്കൂട്ടിനകത്തോട്ട് ദാനിയേൽ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ സന്തോഷത്തോടെ കിടക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. തന്റെ മുമ്പിൽ വന്നു നിന്ന സിംഹത്തിന്റെ വായെ സർവശക്തനായ ദൈവം അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സിംഹം വന്ന്, ലോകത്തിന്റെ സിംഹം വന്ന് നോക്കിയപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹം പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ അകത്ത് കണ്ട് ഈ ലോകത്തിന്റെ സിംഹത്തിന്റെ വായടഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാർത്ഥിക്കുന്ന നിന്റെ മേല് യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ അകത്ത് ഇറങ്ങി വരും. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ മഹിമ കണ്ട സാക്ഷിയാണോ? നിന്നെ ഈ ലോകത്തിലുള്ള ഒരു സിംഹത്തിനും ഒന്നിനും വിഴുങ്ങാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേലെ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശു ക്രിസ്തു നിന്റെ അകത്ത് ഇറങ്ങി വരാനിടയാകും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പതറിപ്പോകാത്ത വിശ്വാസം, കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസം, ഏതെങ്കിലും കാരണത്താൽ ആരാധനകളെ സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരുടെ നടുവില്, ശത്രുക്കളുടെ മധ്യത്തില് നീ തളർന്നു പോകരുത്. നീ തോമസ് ശ്രീഹയെ പോലെ വിളിച്ചു പറയണം, എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം, എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. രക്തസാക്ഷിയാകാൻ ഭയമില്ലാതെ ഈ ഭാരതത്തിൽ വന്ന സുവിശേഷം പറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികളെ ഉളവാക്കിയെടുത്ത ആ സുവിശേഷകന്റെ നാടാണ് ഈ ഭാരതം. ഇന്ന് പകല ക്രിസ്ത്യാനി എന്ന പേര് നിനക്ക് വന്നത് യേശുവിനെ അനുഗമിക്കുന്നവനായി നീ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകല മഹിമ കണ്ട സാക്ഷിയായി മാറോ. കോംപ്രമൈസ് ഇല്ലാതെ യേശുവിന് വേണ്ടി ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ ആരാധിപ്പാൻ ചിലരെ ഈ കാലഘട്ടത്തിൽ, അന്ത്യകാലഘട്ടത്തിൽ ചിലരെ ശുശ്രൂഷകരായി സുവിശേഷ വേലക്കാരാക്കി ആത്മാവ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി എന്നുള്ള ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ ഈ ആരാധനയുടെ നടുവിൽ ഈ ദൈവസഭയിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഉടകമാനവർ
ഈ അന്ത്യകാല സുവിശേഷ വേലയ്ക്ക്, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷം പറയുവാൻ, ആത്മാക്കളെ നേടുവാൻ, ജീവനുള്ള ദൈവത്തെ കുറിച്ച് ആയിരങ്ങളോട് ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആരാധനകളെ തടയുന്നവരെ ദൈവം പിടിക്കട്ടെ. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ചില വ്യക്തികൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് വിശ്വാസം ദൈവം കണ്ടെത്തണം. നിന്നെ നോക്കി ദൈവം പറയണം, ഇവൻ എന്റെ മകനാണ്, ഇവൻ എന്റെ മകളാണെന്ന് ദൈവം നിന്നെ നോക്കി പറയണം. യേശു ക്രിസ്തുവിനെ നോക്കി പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന് കാരണം? ആ ധൈര്യത്തോടെ അനുസരിച്ചു, പിതാവിനെ അനുസരിച്ച് യേശു കർത്താവ് മരിക്കാൻ തയ്യാറായി പുറത്തിറങ്ങിയാണ്. ഹല്ലേലൂയ. ഭയമില്ലാത്തൊരു കൂട്ടം വ്യക്തികൾ, അഭിഷിക്തന്മാര്. പ്രൈസ് ദി ലോർഡ്. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 പേരെ നെബൂഖദ്നേസർ രാജാവ് തന്റെ സ്വന്തം പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമസ്കരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആ 3 ബാലന്മാർ. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന് കാരണം? അവരുടെ കൂടെയുള്ള ദൈവം എത്ര വലിയവനെന്ന് അവർക്കറിയാം. അവർക്ക് മരണം ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ആർക്കും നിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ സാധിക്കും, പക്ഷേ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തെ ദഹിപ്പിച്ചോ, പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നിന്നെ നമസ്കരിക്കാനല്ല എന്നെ ദൈവം വിളിച്ചത്. നാട്ടുകാർ പറയുന്നതിനനുസരിച്ച് മാറാനല്ല ദൈവം നമ്മുടെ വിശ്വാസം തന്നത്. ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നതിനനുസരിച്ച് നമ്മുടെ തലമുറകളെ കൊടുക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ മാതാവ് പറഞ്ഞു, എന്റെ തലമുറകള് ഈ ആചാരം ചെയ്യത്തില്ല, അനുഷ്ഠാനം ചെയ്യത്തില്ല. ഞാൻ സത്യദൈവത്തെ കണ്ടവനാണ്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളെ ഒരിക്കൽ വെല്ലുവിളിച്ചു. ഞങ്ങളുടെ സ്വന്തം ഒരു കുടുംബ സ്ഥലത്ത് നിന്ന് വരുന്ന വലിയ ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്രയുടെ നടുവില് ഞങ്ങൾക്ക് ഒരു മേശ എടുത്തിട്ട് അതിനകത്ത് ഒരു നിറപറയും നിലവിളക്കൊക്കെ വെച്ച് ഭയങ്കര ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടുകാർ അങ്ങോട്ട് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. 1-2 പേരല്ല, ഒരു നാട് മുഴുവൻ ഇളകി ഞങ്ങളെ വെല്ലുവിളിച്ചു. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു, കൊന്നോ. ബന്ധുക്കൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ചെന്ന് നിന്നാ മതി, ഞങ്ങൾ ചെയ്തോളാം. അവിടെ ചെന്ന് നിന്നാ മതി, ഞങ്ങൾ ചെയ്തോളാം. ചില തീരുമാനങ്ങളാണ് പിന്നത്തേതിൽ നിന്നെ ഇന്റർനാഷണലാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പലരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാത്തതിന് കാരണം, പലരുടെയും മേൽ ആ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാത്തതിന് കാരണം, പലരെയും ദൈവസന്നിധിയിൽ ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ എങ്കിലും പലരും ഉപയോഗിക്കപ്പെടാത്തതിന് കാരണം, എപ്പോഴൊക്കെയോ ദൈവത്തെ അവർ ഒറ്റിക്കൊടുത്തു. ജോലിക്ക് വേണ്ടി ബന്ധുക്കളുടെ മുഖം നോക്കി, പലരുടെ മുഖത്ത് നോക്കി പലപ്പോഴും നമ്മൾ ദൈവത്തെ ഒറ്റിക്കൊടുത്ത അനുഭവങ്ങൾ. ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞു, നിന്നാ മതി, ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിൽക്കുന്നുമില്ല, ഇരിക്കുന്നുമില്ല, ഞങ്ങൾക്കിത് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, കൊന്നോട്ടെ. നാട്ടുകാർ കൊന്നോ, നോ പ്രോബ്ലം, നിങ്ങൾ കൊന്നോ, എന്ത് വേണോ ചെയ്തോ. പക്ഷേ ഞങ്ങളൊരു സത്യം അറിഞ്ഞതാണ്. ഹല്ലേലൂയ. ഈ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ചു പോയി. ഈ ദൈവമാണ് ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ചത്. അതുകൊണ്ട് ഇനി ഒരു തിരിച്ചുപോക്ക് ഞങ്ങൾക്കില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, എവിടെ ഞങ്ങൾ തകർന്നോ അതേ ദേശത്ത് ഞങ്ങളെ പുതുക്കിപ്പെടുന്ന ദൈവം. ഈ നാട്ടിൽ വെച്ച് ഞങ്ങൾ തകർന്നു, പക്ഷേ ഇതേ ദേശത്ത് ഞങ്ങളെ പണിത് പുറത്തു കൊണ്ടുവന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ ഞങ്ങൾ യേശുവിന് വേണ്ടി തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ മരിക്കാൻ തയ്യാറായി നിന്നോ അതേ ദേശത്ത് ആയിരങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ എന്റെ ദൈവം ഞങ്ങളെ സഭയായി പണിതെങ്കിൽ, ഈ ദൈവസഭയെ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ അടിസ്ഥാനം മരിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. പീഡനങ്ങൾക്ക് മുമ്പിൽ, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ നടുവിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാതെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിന്റെ നടുവിലാണ് ഇന്ന് പകൽ ഈ സഭ ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. വിശ്വാസമെന്ന ഒരു അടിസ്ഥാനം. അത് വൈക്കോലിലല്ല, പ്രൈസ് ദി ലോർഡ്, പുല്ലിലല്ല, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനുമല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ നിന്റെ വിശ്വാസത്തിന് വീര്യം കൂടട്ടെ, നിന്റെ വിശ്വാസത്തിന് വീര്യം കൂടട്ടെ, നിന്റെ വിശ്വാസത്തിന് വീര്യം കൂടട്ടെ, നിന്റെ ആരാധനകളിൽ വീര്യം കൂടട്ടെ.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനമേ, നിന്റെ ആരാധനകൾക്ക് വീര്യം വർദ്ധിക്കട്ടെ, നിന്റെ പ്രാർത്ഥനകൾക്ക് വീര്യം വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസത്തിന് വീര്യം വർദ്ധിക്കട്ടെ. ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് ക്ഷീണിച്ചിരിക്കാനുള്ള സമയമല്ല, ഇത് ഓടാനുള്ള സമയമാണ്, ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്, ഇത് സുവിശേഷം അറിയിക്കേണ്ട സമയമാണ്, ഇത് ആത്മാക്കളെ നേടേണ്ട സമയമാണ്. നിന്റെ വിളിക്കകത്ത് കയറേണ്ട സമയം, നിന്നെ ദൈവം വിളിച്ച വിളിക്കകത്ത് കയറേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ സ്വയം മറന്നിരുന്നു, നമ്മുടെ ദൗത്യത്തിനകത്ത് കയറേണ്ട സമയമായിരിക്കുകയാണ്. നമ്മൾ പ്രസംഗിക്കേണ്ട സമയമായിരിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. വെല്ലുവിളിക്കുന്ന നടുവിൽ നീ പതറിപ്പോകരുത്. ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് രാത്രി 11-12 മണിയായപ്പോൾ എൻ്റെ മാതാവും ഞാനും എൻ്റെ സഹോദരൻ വെളിയിൽ നിൽക്കുമ്പോൾ അതിന് കൊല്ലാൻ കണക്കാക്കി 10,000-ങ്ങളാ വന്നത്. പക്ഷേ അവിടെ നടുവിൽ ഞങ്ങൾ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുക, ആരും കേൾക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നപ്പോൾ അന്ന് ഞങ്ങളെ നിർബന്ധമായി ഇത് ചെയ്യാൻ വേണ്ടി വന്ന സകല ജനത്തിന്റെ നടുവില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ കൊണ്ടുവന്ന ആനയും അമ്പാരിയും അതിൻ്റെ ഇതെല്ലാം അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടി അവർ എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല, അത് അനങ്ങുന്നില്ല. അപ്പോൾ അല്ല പല രീതിയിൽ ശ്രമിച്ചിട്ടും അത് അനങ്ങാതെ അവിടെ നിന്ന് 4 ചിഹ്നം അങ്ങോട്ട് വിളിച്ചപ്പോൾ വന്നവരെല്ലാം 4 പാട് ഓടി രക്ഷപ്പെടുകയാണ്. നീ ദൈവസന്നിധി ഉറപ്പോടെ നിന്നാൽ ഒരു വഴി വരുന്ന ശത്രുക്കൾ 7 വഴിയായി ഓടിപ്പോകുമെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ മടിയും അലസതയും ആദ്യ സ്നേഹത്തിൽ നിന്ന് പിന്മാറ്റ അവസ്ഥയിലായി. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് കിടന്നുറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലത്ത് ആരാധനകൾ ആരംഭിച്ചെങ്കിലും ദൈവത്തെ വിട്ടുമാറി ആലയിലെ പിന്മാറ്റ അവസ്ഥയിൽ പോയിരിക്കുന്ന സഹോദര സഹോദരി, ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവില്, നീ അയ്യം വിളിക്കുന്ന നടുവില്, പ്രൈസ് ദി ലോർഡ്, അല്ല അവിടെ കിടന്നുകൊണ്ടല്ലോ ദൈവത്തെ വിളിക്കേണ്ടത്. നീ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ യേശുവിന് വേണ്ടി നീ നിന്നാൽ, ഹല്ലേലൂയ വാർദ്ധക്യത്തിൽ, നിന്റെ യൗവനകാലത്തിൽ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നിന്റെ വാർദ്ധക്യത്തിൽ ദൈവം നിന്നെ ചുമക്കാനിടയാകും. ഹല്ലേലൂയ. നിന്റെ നല്ല തിളയ്ക്കുന്ന യൗവന പ്രായത്തിൽ നീ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതവിടെയുള്ള സഹോദരങ്ങൾ, യൂത്തിനോട്, യുവാക്കന്മാർ, യുവതികളോട് ഞാൻ പറയുന്ന കാര്യം, നിന്റെ യൗവന കാലത്ത് നിന്റെ നല്ല ബ്ലഡ് ഉണ്ടല്ലോ, ആ രക്തം യേശുവിന് വേണ്ടി, കൊല്ലാനല്ല, ഹല്ലേലൂയ, കൊലപാതകങ്ങൾ ചെയ്യാനല്ലല്ലോ പറയുന്നത്. യേശുവിനെ ഒന്ന് വിശ്വസിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ, സുവിശേഷം പറയുവാൻ നിന്റെ ആ രക്തം ഒന്നങ്ങോട്ട് ഹല്ലേലൂയ കർത്താവിന് കൊടുക്കുമ്പോൾ, നിന്റെ തിളയ്ക്കുന്ന യൗവനം യേശുവിന് വേണ്ടി നീ സമർപ്പിക്കുമ്പോൾ, നിന്റെ വാർദ്ധക്യകാലത്ത് എൻ്റെ ദൈവം നിന്നെ ചുമന്നുകൊണ്ട് നടക്കാനിടയാകും. നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാനിടയാകും. എൻ്റെ മാതാവ് തൻ്റെ 2 മക്കളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ കുടുംബം തകരേണ്ട ഒരു അനുഭവം ഉണ്ടായി. ഈ ലോകത്തിൽ പല പ്രതിസന്ധികൾ അനുഭവിച്ചെങ്കിലും ഇന്ന് കുടുംബമായി ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ കർത്താവിനെ ഉയർത്താൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു തീരുമാനമുണ്ട്, ഒരു തീഷ്ണതയുണ്ട്, ഒരു തീവ്രമായ വിശ്വാസമുണ്ട്. അതിന് പുറകിൽ ഒരു വില കൊടുക്കുന്ന അനുഭവമുണ്ട്. അതിന്റെ മാതാവിന്റെ കണ്ണുനീരാണ്, അവർ കൊടുത്ത വിലയാണ്, അവരുടെ പ്രാർത്ഥനയാണ്. ഇന്ന് മകൾ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്ന് ശുശ്രൂഷിക്കുന്നെങ്കിൽ ഒരു മാതാവ് തന്റെ തലമുറയോർത്ത് കരഞ്ഞ് നിലവിളിച്ച് ആ വ്യക്തിയുടെ സുവിശേഷീകരണത്തിന് സമർപ്പിച്ചതിന്റെ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മാതാവിന്റെ കണ്ണുനീര് എൻ്റെ പിതാവിനെ രൂപാന്തരപ്പെടുത്തി. എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന, അവരുടെ മൂത്ത മകനായി എന്നെ ദൈവം സന്ദർശിക്കാനിടയായി. ഹല്ലേലൂയ. ജീവിതകാലത്ത് ഒരിക്കലും ബൈബിൾ എടുക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച എന്നെ എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം എന്നെ തൊടുവാനിടയായി. ഇന്ന് പകലൊരു ശമൂവേൽ പ്രവാചകൻ ദാൻ മുതൽ ബർശേബ വരെ ഹല്ലേലൂയ ദൂത് കൈമാറ്റം ചെയ്യുന്ന ശമൂവേൽ ഉണ്ടായതിൻ്റെ പുറകിൽ ഒരു ഹന്നയുടെ പ്രാർത്ഥനയായിരുന്നെങ്കിൽ, മാതാപിതാക്കളെ, നിന്റെ തലമുറകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ നിനക്കൊരു തീഷ്ണത ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറകൾ യേശുവിന്റെ സാക്ഷികളായി മാറണം. അതിന് നീ പ്രാർത്ഥിക്കണം. നിനക്ക് തീഷ്ണതയുണ്ടാകണം. ഇത് നമ്മൾ വീട്ടിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിള്ളേരെയും പിടിച്ചിട്ട് നമ്മളും പോകത്തില്ല, പിള്ളേരെയും വിടാത്തില്ല ഇരിക്കുന്ന കുറേ എണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കും പോകത്തില്ല, പ്രാർത്ഥനയും പോകത്തില്ല, ഉറങ്ങി തൂങ്ങി രാവിലെ എഴുന്നേറ്റ് വരാൻ വയ്യ. വേറെ എവിടെയെങ്കിലും കല്യാണത്തിനാണെങ്കിൽ അതിരാവിലെ 5 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പോകും. തിന്നാനാണെങ്കിലും പോകും, രാവിലെ എവിടെയെങ്കിലും തീറ്റി ഉണ്ടെങ്കിൽ അവിടെയും പോകും.
പ്രൈസ് ലോർഡ്. പക്ഷെ ആരാധനയ്ക്ക് പോകത്തില്ല. അങ്ങനെ പോകാത്തതൊന്നും ഒരുപാട് നാൾ നീ തിന്നേയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ യേശുവിന് വേണ്ടി ജീവിക്കണം നീ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ നീ തയ്യാറാകണം. കർത്താവിന് വേണ്ടി എരിവുള്ള ഒരു ജീവിതം കൊടുക്കാൻ നീ തയ്യാറാകണം. തോമസ് ശ്രീഹയെ പോലെ നീ വിളിച്ചു പറയണം, മറ്റുള്ളവരുടെ അനുഭവങ്ങളല്ല, എനിക്കെന്റെ ദൈവത്തെ അറിയണം, എനിക്കെന്റെ ദൈവത്തെ കാണണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഒരു സഭകളിലും നടക്കുന്നില്ല. കൺവെൻഷനുകളില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൂസേഡുകളില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ TV മീഡിയ മീറ്റിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാക്കളെ നേടുന്ന നടക്കുന്നില്ല. സ്നാനങ്ങൾ നടക്കുന്നില്ല. കൂട്ട സ്നാനങ്ങൾ നടക്കേണ്ട കാലഘട്ടത്തിൽ നമ്മളായിരിക്കുകയാണ്. മാനസാന്തരം ജനങ്ങൾക്കുണ്ടാകേണ്ട, നമ്മൾ വിളിച്ചു പറയേണ്ട, സുവിശേഷം പറയേണ്ട, സുവിശേഷം പ്രസംഗിക്കേണ്ട ഒരു വലിയ ആവശ്യകതയുടെ മുമ്പിൽ ദൈവസഭ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നിങ്ങൾ കയറിയേണ്ട ആവശ്യമുണ്ട്. ദൈവം നമുക്ക് തന്ന നന്മയെ അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. സുഖലോലുപരായി നമുക്ക് ദൈവം തന്ന വീട്ടിനകത്ത് വീട് തന്നു, കാറ് തന്നു, നമുക്കെല്ലാം തന്നു. ഇന്ന് ഇതൊന്നും തരാതിരുന്നെങ്കിൽ നമ്മൾ ദൈവസന്നിധി വന്നനെ. നിന്റെ ജീവിതത്തിന് ഒന്നും തരാതെ, ഉപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നീ ദൈവത്തെ അന്വേഷിച്ച് വന്നനെ. പ്രൈസ് ദി ലോർഡ്. ഒരു നന്മയും ഇല്ലാതിരുന്നെങ്കിൽ നീ ദൈവത്തിന് അന്വേഷിച്ച് വന്നനെ. പക്ഷെ ഇന്നെല്ലാം ദൈവം തന്നപ്പോൾ നമുക്ക് ദൈവത്തെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. വിടുതൽ പ്രാപിച്ച ആയിരങ്ങൾ ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ചു പോയി. ആ വന്നവരൊക്കെ നിന്നിരുന്നെങ്കിൽ 10,000-50,000 പേര് ഈ സഭയിൽ ഉണ്ടായിരുന്നേനെ. ഇഷ്ടംപോലെ ജനം വന്ന് അവർക്ക് ആവശ്യമുള്ള വിടുതലും പ്രാപിച്ച് അവരെ പാട്ടിൽ പോയി. പക്ഷേ ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ദൈവത്തിൽ നിന്ന് ഒരു നന്മയെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, ഇത് അന്ത്യകാലമായിരിക്കുകയാണ്. ഈ അഭിഷേകം പോരാ, ഈ ആരാധന പോരാ, ഈ തീഷ്ണത പോരാ, ഈ തീവ്രത പോരാ. നമ്മൾ ഒന്നുകൂടെ ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലോട്ട് ദൈവസന്നിധിയിൽ വരേണ്ട സമയമാഗതമായിരിക്കുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഉപേക്ഷയായി, നിങ്ങളുടെ ആരാധനകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. യേശുവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീവ്രത നമ്മൾ കാണിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ അങ്ങോട്ട് എങ്ങനെയാണോ നിൽക്കുന്ന, ഇങ്ങോട്ടും ദൈവം അതുപോലെ നിൽക്കും. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ തീഷ്ണതയോടെ തീവ്രതയോടെ നിന്നാൽ ദൈവത്തിനും അതുപോലെ തന്നെ തീവ്രമായ സ്നേഹം നമ്മളോട്. അതാണ് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചവരെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ളവർ ഒരു ദിവസം കൊണ്ട്, നിമിഷം കൊണ്ട്, അതാണ് ദാനിയേൽ ദൈവത്തിൻ്റെ ഫേവർ കിട്ടി ഒരു തീരുമാനമെടുത്തു, ഈ രാജഭോജനം എനിക്ക് വേണ്ട, എനിക്ക് പ്രൈസ്, ഞാൻ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കിടന്നോളാം. ആ ഒരു തീരുമാനമെടുത്തപ്പോൾ ദാനിയേലിന് വേണ്ടി ദൈവം ആ നെബൂഖദ്നേസർ രാജാവിന് ഒരു ദർശനം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ദർശനം കണ്ട് വ്യാഖ്യാനിക്കാൻ സമയമില്ലാതിരുന്നപ്പോൾ, അറിയാതിരുന്നപ്പോൾ ഈ ദാനിയേലിനെ ദൈവം ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ രാജ്യത്തിലെ രാജാവിനൊപ്പം ദാനിയേലിനെ ദൈവം ഉയർത്തി. അടിമകളായി ഒരു രാജ്യത്ത് ചെന്ന ഒരു അടിമയായി കിടക്കുകയാണ് രാജ്യത്ത്. ഒരു അടിമയായി രാജ്യത്ത് പോയെങ്കിൽ പോലും ഈ ദാനിയേല് ദൈവത്തെ തള്ളി പറഞ്ഞില്ല, ദൈവത്തെ കൈവിട്ടില്ല. ദൈവത്തിന്റെ കൃപ ദാനിയേലിന്റെ കൂടെ ഇരുന്നു. ദൈവത്തിന് 1-ാം സ്ഥാനം ദാനിയേൽ കൊടുത്തപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനെ ആ രാജ്യത്തിലെ 1-ാമനാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. നിനക്ക് ദൈവം അവസരങ്ങൾ തരും. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഉയർത്താൻ വേണ്ടി മാത്രം ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചില അവസരങ്ങൾ ദൈവം ഒരുക്കി തരും. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യമായിട്ട് നിന്നാൽ നിന്നെ ഉയർത്താൻ വേണ്ടി ചില അവസരങ്ങൾ കർത്താവ് തരുമെന്ന്. ഹല്ലേലൂയ. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ രാജകൊട്ടാരത്തിനകത്ത് താമസിപ്പിക്കുവാൻ, രാജഭോജനം തരുവാൻ ദൈവം നിനക്ക് ചില അവസരങ്ങൾ തരും. ഒരു ചെറിയ കൃപ വലിയ പദവിയിൽ ദാനിയേലിനെ എത്തിച്ചു. ഒരു ചെറിയ തീരുമാനം വലിയ പദവിയിൽ ദാനിയേലിനെ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഒരു ചെറിയ തീരുമാനം ഇന്ന് എടുക്കാൻ പറ്റുമോ? ഒരു ചെറിയ കൃപ മതി നീ ഒരു രാജ്യത്തിലെ ഒരു ഇന്റർനാഷണലായി മാറാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ തീരുമാനം മതി ദൈവത്തിന് നിന്നോട് ഫേവർ തോന്നാൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ ദിവസേന നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ,
ചെറിയ ചില തീരുമാനങ്ങൾ ഇന്ന് പകല് ദൈവത്തിനോട് ചേർന്നെടുക്കാൻ ഇവർ തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച് ഒരു രാജ്യത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന അഭിഷിക്തന്മാരും അഭിഷിക്തകളുമായി മാറുവാൻ, അന്ത്യകാല ഉണർവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ചിലർ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തു നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ യൗവനക്കാർ യേശുവിനെ അറിയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ ഇതിനകത്ത് നിൽക്കുന്ന സകലരും നിറയട്ടെ. ഒരു എൻഡൈം മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ചിലരെ ഇന്ന് തൊടാൻ പോവുകയാണ്. കർത്താവ് പറയുന്നു, ചിലരെ ദാനിയേലിനെ പോലെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു, ചിലരെ തോമസ് ശ്ലീഹയെ പോലെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു, ചിലരെ പരിശുദ്ധാത്മാവ് ഒരു തീ കഷണമാക്കാൻ പോവുകയാണ്. ഒരു വലിയ അഗ്നിയുടെ അഭിഷേകം ചിലരുടെ മേൽ വീഴാൻ പോവുകയാണ്. നിന്റെ വിശ്വാസം കഴിഞ്ഞ നാളുകൾ പോലെ അല്ല, ഒരു ലെവലിൽ, ഒരു വലിയൊരു പുതിയൊരു ലെവലിലോട്ട് ആത്മാവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, പഴയതുപോലെ എനിക്ക് ജീവിക്കണ്ട, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ. എന്റെ ഉറക്കമെല്ലാം മാറി, എന്റെ ക്ഷീണമെല്ലാം മാറി, എന്റെ അവിശ്വാസമെല്ലാം മാറി. പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചിലരോട് ആത്മാവ് വിളിച്ചു ചോദിക്കുകയാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു, നീ എത്രത്തോളം യേശുവിനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിനെ വിട്ടിട്ട് പോയ പത്രോസിനെ കർത്താവ് പുറകെ ചെന്ന് പിടിച്ച്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഈ ദിവസനിധിയിൽ ഈ മെസ്സേജ് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ആത്മാവ് ചോദിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് ആരാധനകളെ ഉപേക്ഷയായി വിചാരിച്ച് ദൈവം നിനക്ക് തന്ന സകല അനുഗ്രഹങ്ങളെയും കണ്ടും അനുഭവിച്ചിട്ട് കർത്താവിനോട് നന്ദിയില്ലാത്ത വ്യക്തികളായി ദൈവത്തെ വിട്ട് പോയി ഓടിപ്പോയ ആ പത്രോസിനെ പോലെ ഉപജീവന മാർഗങ്ങൾക്കും ഈ ലോകപരപ്രകാരം തിന്നാനും കുടിക്കാനും കളിക്കാനും വേണ്ടി ഒരു കൂട്ടം ജനം, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, മോശ ദൈവത്തോട് സീനായി പർവ്വതത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ തിന്നാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി, ഡാൻസ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം പേർ എഴുന്നേറ്റു. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, വാർത്തുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിട്ട് പിന്മാറ്റ അവസ്ഥയിൽ പോയപ്പോൾ ഒരു മഹാസംഹാരം നടന്നതുപോലെ ഇത് ആത്മാവ് വിളിച്ചു പറയുന്നു, എന്റെ ജനം ദുർമാർഗങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയാണെങ്കിൽ ഞാൻ ദേശത്തിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞതുപോലെ പിന്മാറ്റ അവസ്ഥകളിലായിരിക്കുന്ന ജനമേ, മടങ്ങി വരട്ടെ, മാനസാന്തരപ്പെടട്ടെ, ദൈവസന്നിധിയിൽ മുഴങ്കാലം മുടക്കട്ടെ.